സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശം പകരുന്ന മറ്റൊരു ബലിപെരുന്നാൾ വന്നെത്തി. എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബ് കുടുംബത്തിന് ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. നമ്മളിട്ട് പള്ളി പോവാ, പെരുന്നാളിന് പള്ളി പോവാ. അയ്യോ പാവോ, രാവിലെ 5 മണിക്ക് എണീച്ചിട്ട് പള്ളി പോവാണ് കുഞ്ഞ്. വലിയ പെരുന്നാളിന് പള്ളി പോവാ. ഇവിടെ നോക്ക്, മമ്മനെ നോക്ക്. അമ്പുഷ് അമ്പുഷ് അമ്പുഷ്, മമ്മനെ നോക്കടാ. വലിയ പെരുന്നാളിന് പള്ളി പോവാണ്. അമ്പുട്ടൻ്റെ ആദ്യത്തെ വലിയ പെരുന്നാളാണല്ലോ. രാവിലെ 5:40 പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ബെറ്റർ ടേസ്റ്റിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അൽഹംറ ഭാഗത്തേക്ക് പോയി. ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് ഗ്രൂപ്പിലെല്ലാം അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് എല്ലാവരെയും വാട്സപ്പ് വഴി വിളിച്ചും അല്ലാതെയൊക്കെ പെരുന്നാൾ വിഷസ് അറിയിച്ചു. UAEൻ്റെ സമ്മർ സിമ്പിൾ എന്താണെന്നറിയോ? ഈ കാണുന്ന ഫ്ലെയിം ട്രീ അല്ലെങ്കിൽ ഗുൽമോഹർ മരങ്ങളാണ്. തീപ്പരി പോലെ തിളങ്ങുന്ന ഈ പൂക്കൾ കാരണമാണ് ഇതിന് ഫ്ലെയിം ട്രീ എന്ന് പേര് വരാൻ കാരണം. UAEൻ്റെ പല ഭാഗങ്ങളിലും സമ്മറിൽ പൂത്തൊലഞ്ഞു നിൽക്കുകയാണ് ഈ മരങ്ങൾ. ഷെയ്ഖ് ഹംദാൻ്റെ നിർദ്ദേശപ്രകാരം ദുബായ് മുനിസിപ്പാലിറ്റി ആയിരക്കണക്കിന് ഗുൽമോഹർ മരങ്ങളാണ് ഈ വർഷം നട്ടുപിടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 5 ഡിഗ്രി ചൂട് കുറയ്ക്കാൻ പറ്റും പോലും ഈ മരങ്ങൾക്ക്. അങ്ങനെ ഉച്ചക്കത്തെ ബിരിയാണി പരിപാടി എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം വൈകുന്നേരം ഒരു 5 മണിക്ക് ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി. സെയിം അൽഹംറ ഭാഗത്താണ്. നമ്മൾ അൽഹംറ മോളിലൊക്കെ ഒന്ന് പോകണം, കുറച്ചേറെ ഷോപ്പിംഗ്, പിന്നെയും ഫോട്ടോസും വീഡിയോസും എടുക്കുക. കുട്ടികളുള്ളതുകൊണ്ട് അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തില്ലെങ്കിൽ പിന്നെ എന്താ രസമല്ലേ. ഇൻസ്റ്റഗ്രാമിൽ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ റൂമേ കഫേയിലെത്തുന്നത്. അൽഹംറയിൽ തന്നെയുള്ള ഒരു ചെറിയൊരു കഫേയാണ് റൂമേ കഫേ. അവരുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്ത് എല്ലാവർക്കും അവർ ഫ്രീ ആയിട്ടൊരു ഡ്രിങ്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ്, അത് കേട്ടത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയത് കേട്ടോ. ശരിയായിരുന്നു, അവർ ഡ്രിങ്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്കും കിട്ടി ഫ്രീ ആയിട്ട് മൊയ്റ്റോ. അത് ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇത് ഫ്രീ ആണ്, പക്ഷെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർഡർ ചെയ്യൂ എന്നുള്ള രീതിയിൽ അവർ പറയുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മോശമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 10 ദിർഹത്തിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു. ഫ്രഞ്ച് ഫ്രൈസ് 10 ദിർഹത്തിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും അതില്ല കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ക്വാണ്ടിറ്റി തീരെ ഉണ്ടായിരുന്നില്ല. എന്തായാലും കുഴപ്പമില്ല, അവർ ഫസ്റ്റ് ഓർഡറിന് നമുക്ക് 20% ഓഫറുണ്ട്. അങ്ങനെ 10 ദിർഹത്തിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് 8 ദിർഹം നമുക്ക് പൈസ കൊടുത്താൽ മതി. പിന്നെ എല്ലാവർക്കും ഫ്രീ ഒരു തണുത്ത ഡ്രിങ്ക് കിട്ടി. ഈ ചൂടത്ത് അതൊരാശ്വാസമാണല്ലോ. ഞങ്ങൾ വെറുതെ പോയതാ, ഇത് ഉള്ളത് തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ അൽഹംറ മോളിൽ പോയി. അൽഹംറ മോളിൽ പെരുന്നാൾ പ്രമാണിച്ച് ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മെയിനായിട്ട് മിനിസോയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഷോപ്പ് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 10 മണിക്കായി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ. മിനിസോ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ക്യൂട്ടായിട്ടുള്ള ഷോപ്പാണ് മിനിസോ. സാധനങ്ങൾക്കൊന്നും വലിയ റേറ്റ് ഇല്ല, വെറുതെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് അവിടുത്തെ സാധനങ്ങൾ. അപ്പോൾ മിനിസോയിലെ കുറച്ച് സാധനങ്ങൾ കണ്ടാലോ? Through the stillness, the clouds drift high. Thoughts like breezes whisper by. Endless waves of a calm blue sky. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ ഈദ് വ്ളോഗ്. ഗ്രീൻ മം ട്രാവലിൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈദ് മുബാറക്.